ഇല്ല എന്ന് നമ്മളെല്ലാവരും കൂടി പാസ്സാക്കിയത് കൊണ്ട് ഇല്ലാതാവൂല. അപ്പൊ ഉണ്ട് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് ശരിയോ തെറ്റോ നമ്മൾ പരിശോധിക്കണം. പരിശോധിച്ചോളൂ. വെറുതെ കണ്ണടച്ച് നിഷേധിക്കുന്നതിന് എന്തർത്ഥം? കണ്ണടച്ച് നിഷേധിക്കുന്നതിന് എന്തർത്ഥം? ഒരു കഥ പറയാം ഞാൻ. ഒരു കുളത്തിൽ ജീവിക്കുന്ന കുറെ മത്സ്യങ്ങൾ. ഒരു മത്സ്യത്തിന്റെ മുന്നിൽ അതിനേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇര ഇങ്ങനെ കടന്ന് കളിക്കുക. മത്സ്യ ഇര കടിക്കാൻ വേണ്ടി അടുക്കുന്നു. അപ്പൊ ഒരു തവള വന്നിട്ട് പറയുന്നു, മീനെ കടിക്കല്ല. ആ ഇര കടിച്ചാൽ അതിന് പിന്നിൽ ഒരു കൊളുത്തുണ്ട്. കൊളുത്തിന്റെ തലയിൽ ഒരു കയറുണ്ട്. കയറിന്റെ തലയിൽ ഒരു വടിയുണ്ട്. വടി പിടിച്ച് മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ജീവി കരയിൽ ഇരിക്കുന്നുണ്ട്. ഇത് കടിച്ചാൽ നിന്റെ ചെകിളയിൽ അത് കുടുങ്ങും. മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി നിന്നെ പുറത്തേക്ക് എടുക്കും. എടുത്താൽ നീ ചാകും. എന്നിട്ട് നിന്നെയും കൊണ്ട് അയാളുടെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് കത്തി എന്നൊരു സാധനമുണ്ട്. കത്തി എടുത്തിട്ട് നിന്നെ മുറിക്കും. മുറിച്ചിട്ട് അയാളും അയാളുടെ ഭീകരയായ ഭാര്യയും കൂടി നിന്റെ ശരീരത്തെ മുളകിലിടും. എന്നിട്ട് ചീനച്ചട്ടിയിലെടുത്ത് വറുത്ത് അവർ തിന്നും. ഇതാണ് മത്സ്യം പറയണേ. അല്ല, തവള പറയണേ. തവള പറയുമ്പോ മത്സ്യം പറയാണ്, ഇതെല്ലാം വെറും കഥ. ഈ കുളത്തിനപ്പുറത്തൊരു ലോകവും മനുഷ്യനോ? മത്സ്യത്തിന്റെ യുക്തി പ്രവർത്തിക്കുന്നു. ചീനച്ചട്ടിയിൽ നിന്ന് ആരെങ്കിലും തിരിച്ചു വന്നിട്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ടോ? അല്ലെ, മത്സ്യത്തിന്റെ യുക്തി അതാണ്. മത്സ്യം പറയുന്നത്, നീ പറഞ്ഞ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ചീനച്ചട്ടി പോയിട്ട് ആരെങ്കിലും അവിടെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടോ? ചീനച്ചട്ടി പോയാൽ തിരിച്ചു വരൂല. അതുകൊണ്ട് തന്നെ പറഞ്ഞു തരാൻ പറ്റില്ല. ഈ മത്സ്യം ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? മത്സ്യം ബുദ്ധിയുള്ളവനാണെങ്കിൽ ചെയ്യേണ്ടത് എന്താ? ഈ തവളയെ പരിശോധിക്കണം, പറഞ്ഞു തരുന്ന തവളയെ. കാരണം എന്താ? മത്സ്യത്തിന്റെ അറിവ് പരിമിതമാണെന്ന് ആദ്യം ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവണം. ഞാൻ ഈ കുളത്തിലേ ജീവിച്ചിട്ടുള്ളൂ, എന്റെ അറിവ് പരിമിതം. അപ്പൊ ഈ തവള വന്ന് പറയുമ്പോ കുളത്തിന് പുറത്തെ വല്ല വിവരവും തവളക്ക് ലഭിക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. ഒന്നാമതായി ചെയ്യേണ്ടത് അതാ. അപ്പൊ മനസ്സിലാക്കുന്നു തവളക്ക് കുളത്തിലും കരയിലും ജീവിക്കാൻ കഴിയും. അപ്പൊ കുളത്തിന് പുറത്തെ വിവരം കിട്ടാൻ സാധ്യത ഉണ്ട്. രണ്ടാമതായി ചെയ്യേണ്ടത് എന്താ? തവള കളവ് പറയാൻ സാധ്യത ഉണ്ടോ എന്നാണ്. അല്ലെ, തവള സ്ഥിരം കളവ് അറിയണവനാണെങ്കിൽ ഇത് കളവായിരിക്കും വിചാരിക്കാം. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും തവള കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഈ കാര്യത്തിൽ മാത്രം തന്റെ മുന്നിൽ വന്നൊരു കളവ് പറയാൻ തവള സാധ്യതയില്ല എന്ന് ചിന്തിക്കാൻ മത്സ്യത്തിന് കഴിഞ്ഞുവെങ്കിൽ മത്സ്യം രക്ഷപ്പെടും. ഇല്ലെങ്കിലോ ഇത് പിടിച്ചതിന് ശേഷം തിരിച്ചു വരാൻ കഴിയില്ല. ഇതേപോലെയാണ് പ്രവാചകന്മാർ നമ്മോട് വന്ന് പറഞ്ഞു, ഇതാ മരണത്തിന് ശേഷം ജീവിതമുണ്ട്. അപ്പൊ നമ്മൾ പറയണ ജീവിതമൊന്നുമില്ല, വെറുതെ പറയാണ്. ഇത് സംഘടിത മതങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ പറഞ്ഞുണ്ടാക്കിയതാണ്. സംഘടിത മതങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള വസ്തുതയെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു വസ്തുത അല്ലാതായി മാറൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാ? പ്രവാചകന്മാർ ഇത് പറഞ്ഞു. പ്രവാചകന്മാരെ പരിശോധിക്കാം നമുക്ക്. അവർക്ക് ഈ ഭൂമിക്കപ്പുറത്തെ വല്ല അറിവും ലഭിച്ചിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാൻ കഴിയുന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് ഈ ഭൂമിക്ക് പുറത്ത് നിന്ന് വല്ല അറിവും ലഭിച്ചിട്ടുണ്ടോ? ഖുർആൻ പരിശോധിച്ചോ? ഞാൻ പരിശോധിച്ചു. എനിക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ ഭൂമിക്ക് പുറത്ത് നിന്ന് സർവേശ്വരനായ തമ്പുരാനിൽ നിന്ന്, ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്നവനിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിന്റെ വിധാതാവിൽ നിന്ന് മനുഷ്യരാശിക്ക് വേണ്ടി മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണെന്ന്. ഇത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വന്ന പദങ്ങളാണ് സുഹൃത്തുക്കളെ. പരിശോധിച്ചിട്ട് ബോധ്യപ്പെട്ടിട്ട് പറയുന്നതാ, അല്ലാതെ കേവലം മതപ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യമല്ല. പരിശോധിച്ചോ? ആരാ അടിച്ചേൽപ്പിക്കുന്നത്? പരിശോധിക്കൂ. എന്നിട്ട് ബോധ്യപ്പെടുമെങ്കിൽ, ഞാൻ മരണാനന്തര ജീവിതത്തിൽ 100% വിശ്വസിക്കുന്നു, ഞാനിവിടെ ജീവിക്കുന്നത് സത്യമാണെങ്കിൽ, ഞാൻ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നു എന്നത് സത്യമാണെങ്കിൽ, ഞാൻ ജനിച്ചു എന്നത് സത്യമാണെങ്കിൽ, ഞാൻ മരിക്കുമെന്നത് സത്യമാണെങ്കിൽ, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് അതേപോലെയുള്ള പച്ചയായ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നോടത് പറയുന്ന ഖുർആനാണ്. എന്റെ അറിവ് ഉപയോഗിച്ച് ഞാൻ ഖുർആൻ പരിശോധിച്ചു. എന്റെ അറിവിന്റെ എല്ലാ പരിമിതികളെയും എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഖുർആൻ എന്നോട് പറഞ്ഞു. എന്റെ എല്ലാ മാനദണ്ഡങ്ങളെയും ഖുർആൻ തകർത്ത് കളഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ദൈവിക ഗ്രന്ഥമാണിത്. നിങ്ങൾക്കും പരിശോധിക്കാം. ഓരോന്നും വിശദീകരിക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ തവളയെ കൊണ്ട് പറഞ്ഞതുപോലെ പ്രവാചകന്മാരെ പരിശോധിക്കുക. മുഹമ്മദ് നബിയെ പരിശോധിച്ചു. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു. ഇത് ദൈവത്തിൽ നിന്നുള്ള മാർഗദർശനമാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെയോ അദ്ദേഹം കളവ് പറയാൻ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നോക്കുക, 40 വയസ്സ് വരെ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല എന്ന് ശത്രുക്കളുടെ സർട്ടിഫിക്കറ്റാണ്.
എന്നിട്ട് 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മളുടെ വീക്ഷണത്തിൽ ഏറ്റവും ഒരു പച്ചക്കള്ള പറയണ എന്റെ മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ടെന്നുള്ള പച്ചക്കള്ളം. ആ പച്ചക്കള്ളം പറയുക വഴി അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? അതുവരെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടവൻ അന്നു മുതൽ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനായി. അതുവരെ സമൂഹത്തിന്റെ ആദരവിന് പാത്രമായവൻ അന്നു മുതൽ സമൂഹത്തിന്റെ വെറുപ്പിന് പാത്രമായി. അന്നുവരെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും മുഹമ്മദിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കൈ ഉയർത്തുമായിരുന്നെങ്കിൽ അന്നു മുതൽ സമൂഹത്തിൽ ഓരോരുത്തരും മുഹമ്മദിനെ കൊല്ലുവാൻ വേണ്ടി, നശിപ്പിക്കുവാൻ വേണ്ടി കൈ ഉയർത്തുന്ന അവസ്ഥയുണ്ടായി. ഭൗതികമായി നിങ്ങൾ പരിശോധിക്കൂ, എന്താ ഈ കളവ് പറഞ്ഞതുവരെ അദ്ദേഹത്തിന് ലഭിച്ചത്? കളവായിരുന്നു പറഞ്ഞതെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ അദ്ദേഹത്തിന് അറിയുള്ളത് കളവാണെന്ന്. ബാക്കിയുള്ളവരെ പറ്റിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയ കളവാണെന്നറിയാമല്ലോ. ഈ കളവിന് സാക്ഷിയായി അദ്ദേഹത്തിന് ഭൗതികമായി നോക്കുമ്പോൾ നഷ്ടവും 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 മാത്രമോ? പാതിരാക്ക് ഉറക്കെഴുന്നേറ്റിരുന്ന് അദ്ദേഹം നമസ്കരിക്കാൻ ആരും കാണാതെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നമസ്കാരം. എന്തേ? ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് അത് ആ പച്ചക്കള്ളം പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയ നമസ്കാരം. അപ്പോ ഈ പച്ചക്കള്ളമല്ല, അദ്ദേഹത്തിന്റെ ബോധ്യത്തോടു കൂടി തന്നെയാണ് പറഞ്ഞത് നമുക്ക് ബോധ്യപ്പെടുന്നു. സത്യസന്ധരായ ഒരു മനുഷ്യൻ ഒരിക്കലും പരലോകം ഒരു കളവായി പറയില്ല. ഇനി അപ്പൊ അതുകൊണ്ട് തന്നെ സുഹൃത്തിനോടും എന്നോടും നമ്മളോടെല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, മരണാനന്തര ജീവിതം നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു ആശയമല്ല. നമ്മൾ ഏത് സമയത്തും അവിടെ എത്തും. ഈ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി പണിയെടുക്കണം എന്നല്ല പറയുന്നത്. ഈ ജീവിതത്തെ പുഷ്കലമാക്കി, ഈ ജീവിതത്തെ ജീവിപ്പിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തെ നേടിയെടുക്കാൻ നാം ശ്രമിക്കുക. മരണം കഴിഞ്ഞാൽ അതിനൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നാം പരിശോധിക്കണം എന്നാണ്. രണ്ടാമത്തെ പ്രശ്നം സ്വകാര്യ സ്വത്തിൻ്റെതാണ്. സ്വകാര്യ സ്വത്ത് ഇല്ലാതെയാക്കണം എന്ന് നമുക്ക് പറയാം. സുന്ദരമായൊരാശയാണത്. പക്ഷെ മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വാർത്ഥിയാണ്. സ്വാർത്ഥത എന്ന് പറഞ്ഞ രണ്ട് തലങ്ങളുണ്ട്. മാനവികമായ സ്വാർത്ഥതയും, സുഹൃത്ത് ഇവിടെ പറഞ്ഞ മാനവിക പക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന മാനവികമായ സ്വാർത്ഥത തന്നെ. എന്താ മാനവികമായ സ്വാർത്ഥത? പല തലങ്ങളിലുള്ള സ്വാർത്ഥതകളുണ്ട്. എന്റെ മകൻ എന്നുള്ള സ്വാർത്ഥത എനിക്കുണ്ടായേ പറ്റൂ. എന്റെ ഭാര്യ എന്നുള്ള സ്വാർത്ഥത എനിക്കുണ്ടായേ പറ്റൂ. എന്റെ വീട് എന്ന സ്വാർത്ഥത എനിക്കുണ്ടായേ പറ്റൂ. എന്റെ വീട് എന്ന സ്വാർത്ഥത ഇല്ലാതെ നാട്ടുകാരുടെ വീട് മുഴുവൻ എന്റെ വീടാണെന്ന് വിചാരിക്കാൻ തുടങ്ങിയാൽ സ്വാർത്ഥത ആ തലത്തിൽ അനിവാര്യം. എങ്കിലേ ഇവിടെ പുരോഗതി ഉണ്ടാകൂ. പുരോഗതി മനുഷ്യ സംസ്കാരത്തിന്റെ നാഗരികതയുടെ നിർമ്മാണം തന്നെ ഈ സ്വാർത്ഥതയിൽ അധിഷ്ഠിതാണ്. ആ സ്വാർത്ഥതയെ പോസിറ്റീവായി ഉപയോഗിക്കാനല്ലാതെ ആ സ്വാർത്ഥത ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ പുരോഗതി ഇല്ലാതാകും. അതാണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചത്. കമ്മ്യൂണിസം 70 കൊല്ലം എടങ്ങാറായി ശ്രമിച്ചത് എന്തിനാ? വെറുതെ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനാ, സോഷ്യലിസ്റ്റ് രാഷ്ട്രം കെട്ടിപ്പടുക്കാനാ. അതിന് ത്യാഗങ്ങൾ സഹിച്ച ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ട് സാധിച്ചില്ല? എന്തേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം റഷ്യയെപ്പോലെയുള്ള സ്റ്റാലിന്റെ കാലത്ത് ഉരുക്ക് മനുഷ്യൻ നമുക്ക് പറയാൻ കഴിയുന്ന സ്റ്റാലിന്റെ കാലത്ത് ലോകത്തിന്റെ മുന്നിൽ ജ്വലിച്ചു നിന്നിരുന്ന രാജ്യത്ത് ആ സ്റ്റാലിന്റെ പ്രതിമ കൊത്തിയിട്ട് നിലത്ത് തള്ളിയിട്ട്, അല്ലെങ്കിൽ മാർക്സിന്റെ പ്രതിമക്ക് താഴെ കാർൽ മാർക്സ് താങ്കൾക്ക് മാപ്പ് എന്ന് എഴുതി വെക്കേണ്ട അവസ്ഥ അവിടുത്തെ രാജ്യക്കാർക്കുണ്ടായെങ്കിൽ എന്തു കാരണം? പുരോഗതി ഉണ്ടായില്ല അവിടെ. ഇയാളുടെ പെരിസ്ട്രോയ്ക്ക് വായിച്ചു നോക്കണം നമ്മൾ. എന്താ കാരണം പുരോഗതി ഇല്ലാതിരിക്കാൻ? എന്റേതെന്ന് ചിന്ത അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാവില്ല. എനിക്ക് ബേസിക് നീഡ്സ് എന്താ? ഭക്ഷണവും പാർപ്പിടവും കിട്ടിയാൽ മതിയോ? കഴിഞ്ഞോ? മനുഷ്യന്റെ ബേസിക് നീഡ്സ് കഴിഞ്ഞോ? ഇല്ല. ഭക്ഷണവും പാർപ്പിടവും ലൈംഗികതയും മാത്രമല്ല മനുഷ്യന്റെ ബേസിക് നീഡ്സ്. എന്താ? സെൽഫ് എസ്റ്റീം ഉണ്ട്, സെൽഫ് റെസ്പെക്ട് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇല്ല അല്ലെങ്കിപ്പോ വെറും ഭക്ഷണത്തിനാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? വെറുതെ ബുദ്ധിമുട്ടിയിട്ട് ഇല്ലല്ലോ. നാട്ടിൽ തന്നെ പണിയെടുത്താൽ കേവലം ഭക്ഷണത്തിനുള്ള ഏർപ്പാടെല്ലാം കണ്ടെത്താൻ പലർക്കും കഴിയും. അതല്ല, എല്ലാവർക്കും മനുഷ്യന്റെ സ്വാഭാവികമായ സഹജമായ കാര്യമാണ് സ്വാർത്ഥത. ആ സ്വാർത്ഥത ഇല്ലാതാക്കാൻ കഴിയില്ല. ഇവിടെ ഇസ്ലാം ചെയ്യുന്ന എന്താ വെച്ചാൽ സ്വാർത്ഥതയെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുകയാണ്. അവിടെ എന്താ? നേരെ സ്വത്ത് സമ്പാദിച്ചോ, ഇഷ്ടം പോലെ സമ്പാദിച്ചോ, എത്രയും സമ്പാദിച്ചോ, എത്രയും. പക്ഷേ ദിവ്യമായ ദൈവികമായ വിധിവിലക്കിന്റെ ഉള്ളിലാകണം. കളവ് ചെയ്തുകൂടാ, കൊള്ള ചെയ്തുകൂടാ, വഞ്ചന ചെയ്തുകൂടാ, കൊള്ളലാഭം എടുത്തുകൂടാ, പലിശ വാങ്ങിക്കൂടാ. ഇങ്ങനെ ദൈവികമായ നിബന്ധനകളുടെ അതിന്റെ ഉള്ളിലാകണം. എന്നിട്ടോ നീ സമ്പാദിച്ച സ്വത്തിന്റെ നിശ്ചിത ശതമാനം പാവപ്പെട്ടവന്റെ അവകാശ അതവന് കൊടുക്കും വേണം. ഇതാണ് സ്വാർത്ഥതയെ ഉപയോഗപ്പെടുത്തുക. എന്തിനാ പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കണേ? എന്തിനു കൊടുക്കണം? ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ ശിക്ഷ വരാനുണ്ട്.
അവിടെയാണ് ഇസ്ലാമിന്റെ മാനവികമായ സമീപനം നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്വാർത്ഥത ഇല്ലാതാക്കാനുള്ള സുന്ദരമായ ആശയമാണ്. ഞാൻ പറഞ്ഞു, തോമസ് മൂറിന്റെ ഉട്ടോപ്പിയയിലും കാൾ മാർക്സിന്റെ വർഗരഹിത സമൂഹത്തിലെല്ലാം കാണാൻ കഴിയുന്ന സുന്ദരമായ ആശയം. പക്ഷേ ആശയം പ്രായോഗികമല്ല. മനുഷ്യ പുരോഗതി ഉണ്ടാവില്ല. പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഇതിനെ പോസിറ്റീവായി ഉപയോഗിക്കാൻ